ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. റാത്ത് അക്കേലി ഹെ ദ ബൻസാൽ മർഡേഴ്സ് നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റായിട്ട് റിലീസ് ചെയ്ത ചിത്രം. ഇത് 2020 പുറത്തു വന്ന റാത്ത് അക്കേലി ഹെ എന്ന് പറയുന്നതിൻ്റെ സീക്വലാണ് ആക്ച്വലി. സ്പിരിച്വൽ സീക്വൽ എന്നൊക്കെയാണ് മേക്കേഴ്സ് ഇതിനെപ്പറ്റി അവകാശപ്പെടുന്നത്. ഡെഫിനറ്റ്ലി അങ്ങനെ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നവാസുദ്ദീൻ സിദ്ദിഖി പോർട്രേ ചെയ്ത മെയിൻ ക്യാരക്ടർ ജതിൽ യാദവ് ഇൻസ്പെക്ടറായിട്ട് വരുന്ന ക്യാരക്ടർ അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പുള്ളിയുടെ ഫാമിലി ആ ഫസ്റ്റ് പാർട്ടിൽ അല്ലെങ്കിൽ സീക്വലിൽ വന്ന രാധിക ആപ്തയുടെ കഥാപാത്രം, പുള്ളിയുടെ അമ്മ, ഇവരെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയൊരു കേസന്വേഷണം. ബൻസാൽ ഫാമിലി പൊളിറ്റിക്കലി ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ളൊരു ഫാമിലി. അതിൽ ഒരു 6 മർഡർ നടക്കുന്നു. ആ മർഡർ നടക്കുന്ന തലേ ദിവസം ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് ജതിൽ യാദവ് ഈ ഫാമിലിയിലെത്തുന്നു. അവിടുന്ന് എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. ഇച്ചിരി ഗോറി ആയിട്ടുള്ള സീൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫിലിമേ അല്ല. കാരണം നമ്മളിത് വീട്ടിൽ കാണുന്നതുകൊണ്ട് അറിയാതെ പോലും ഇട്ടിട്ട് നമ്മളെങ്ങോട്ടെങ്കിലും പോവുകയാണ്. ഈ കൊലപാതക സീനുകളൊക്കെ റിപ്പറ്റേറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് ബ്ലഡ് ഷെഡ് ഉണ്ട്. അവരെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കരമായിട്ടുള്ളത് കൊണ്ടാണ് ഒരു പ്രിക്കോഷനായിട്ട് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ജതിൽ യാദവ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. സെക്കൻഡിലോട്ട് വരുമ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ വഴികളിലൂടെ പുള്ളി പോകുന്നതും പുള്ളി ആ ക്യാരക്ടർ അനായാസമായിട്ട് എവിടെ വിട്ടോ അവിടുന്ന് പിക്ക് ചെയ്ത് വളരെ രസമായിട്ട് നവാസുദ്ദീൻ സിദ്ദിഖി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും സുപ്പീരിയർ ഓഫീസേഴ്സിനോട് ഇടപെടുന്ന രീതി, ജൂനിയേഴ്സിനോട് ഇടപെടുന്ന രീതി, പവർഫുള്ളായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഇൻട്രോഗേഷൻ വരുമ്പോൾ പുള്ളി അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി, സാധാരണക്കാരിലേക്കും ഈ കേസ് പോകുന്നുണ്ട്. അത്യാവശ്യം ഗുണ്ടകൾക്കിടയിലും ഒക്കെ പുള്ളി പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. ആ ടൈമിൽ പുള്ളി ഡീൽ ചെയ്യുന്ന രീതി ഫുള്ളി ഫോക്കസ്ഡ് ആണ്. ഇതൊരു ബോഡി ഷെയ്മിങ് ആയിട്ട് പറയല്ല, ഒരു ഫാക്റ്റ് പറയാണ്. പുള്ളി സ്വതേവ ഒരു പോലീസ് ഫിഗർ അല്ല പുള്ളിയുടേത്. പുള്ളിക്ക് ഹൈറ്റും താരതമ്യേന കുറവാണ്. പക്ഷേ പുള്ളിയുടെ ആ ആക്ടിങ് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സങ്കല്പിക്കുന്ന ഹീറോ സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ടുള്ളൊരു സ്റ്റാച്ചറാണ് പുള്ളിയുടെ. അതിൽ നിന്നൊക്കെ പുള്ളി അതിനെ പുൾ ഓഫ് ചെയ്യുന്ന, അതൊന്നും നമുക്ക് കണ്ടിരിക്കുമ്പോൾ ഓർമ്മ വരാത്ത രീതിയിൽ കൺവിൻസിങ് ആയിട്ട് പുള്ളി ഇത് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ശരിക്കും മലയാളം നടി രേവതിയാണ്. പുള്ളിക്കാരി ഒരു ഫോറൻസിക് ഓഫീസറായിട്ട് വരുന്നുണ്ട്. മലയാളിയാണ്. മിസ്സസ് പണിക്കരായിട്ട് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഒരു ഫോറൻസിക് ഓഫീസർ ഒരു സീൻ നറേറ്റ് ചെയ്യുമ്പോൾ അവർക്കതിൽ ഒരു വികാരവും ഉണ്ടാവില്ല. കാരണം അവർ നടത്തുന്ന എത്രാമത്തെയോ പോസ്റ്റ്മോർട്ടമാണ്. അപ്പോൾ അവർ രേവതി ആ ഒരു എയ്സിൽ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ഒരു വെട്ട് കിട്ടി, ഇവിടുന്ന് ഇത്ര ചോര പോയി, പിന്നെ അതിനുശേഷം അയാളെ പോയി അവിടെ പോയി ഇങ്ങനെ കൊന്നു. ഒരുമാതിരി ഫോർക്കും നൈഫും വെച്ച് ഭക്ഷണം കഴിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് പുള്ളിക്കാരി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ ഒരു സീന് ജതിൽ യാദവിൻ്റെ ക്യാരക്ടറുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് വരുന്നിടത്ത് പുള്ളിക്കാരിക്ക് ദേഷ്യം വരും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. ചില മലയാളം ഡയലോഗ്സൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് കിട്ടും. നമുക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി കിട്ടും. ചിലപ്പം അവിടെയുള്ള ആൾക്കാർക്ക് അത് കിട്ടണമെന്നില്ല. പക്ഷേ നമുക്കതൊരു നല്ല ഹൈ തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന പാർട്ടിലും അല്ലെങ്കിൽ സീക്വലുകളിലും തീർച്ചയായിട്ടും ഈ ക്യാരക്ടർ ഒരു മെയിൻ ഫോറൻസിക് എക്സ്പേർട്ടായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത് രജത് കപൂർ, ഒരു പോലീസ് ഓഫീസറായിട്ട് വരുന്നുണ്ട്. നമ്മുടെ പഴയൊരു ആക്ടറുണ്ട്, ഈ ചന്ദ്രകാന്ത എന്ന് പറഞ്ഞിട്ട് ദൂരദർശനിലൊരു സീരിയൽ ഉണ്ടായിരുന്നു, ക്രൂർ സിംഗ്. യക്കൂ എന്ന് പറഞ്ഞിട്ട് എല്ലാ ശനിയും ഞായറും പുള്ളി വരും, അതോ ഞായറാഴ്ച മാത്രമോ. പുള്ളിയുടെ പേര് അഖിലേന്ദ്ര മിശ്ര. പുള്ളി ഒരു ജതിൽ യാദവിൻ്റെ സീനിയർ പോലീസ് ഓഫീസറായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. അതും നല്ല രസമാണ്. സഞ്ജയ് കപൂർ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് ആ റോള് തോന്നിയില്ല. പിന്നെ ഇതിനകത്തൊരു പിവട്ടൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ചിത്രാംഗദ സിംഗ് ആണ്. പുള്ളിക്കാരി അത്യാവശ്യം നന്നായിട്ട് ആ റോൾ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരി ലിപ്പിലെന്തോ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡക്ക് ലിപ്പ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ അറ്റൻഷൻ മുഴുവൻ ആ ലിപ്പ് എന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ മാറിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നുന്ന ഇതുണ്ടായിരുന്നു. ആക്ടിങ് വൈസ് എനിക്കൊരു പ്രശ്നം അത്ര തോന്നിയില്ല. പക്ഷേ അതിങ്ങനെ ചുണ്ടിങ്ങനെ മുഴച്ച് നിൽക്കുന്നതുകൊണ്ട് അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. ഇതിനകത്ത് കുറച്ച് എന്താ പറയുക, നമ്മുടെ കൺമുമ്പിൽ തന്നെ നടക്കുന്ന ഒരു മർഡർ. നവാസുദ്ദീൻ സിദ്ദിഖിയുടെ ക്യാരക്ടർ പോയിട്ട് ഓരോരുത്തരെ ഇൻട്രോഗേഷൻ ചെയ്യുന്നു. ഈ ഇൻട്രോഗേഷനിൽ നിന്ന് ഈ പ്രോസസ്സ് എങ്ങനെ നടന്നു എന്ന് വരുന്നൊരു കഥയുണ്ട്. അത് വിഷ്വലി ഒരാൾ കണ്ടത് പറയുന്നുണ്ട്, വേറൊരാൾ പറഞ്ഞതിൻ്റെ സൗണ്ട് പുറകിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ തലയിലൊരു പിക്ചർ വരുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. അപ്പം ഒരാളെ ഇൻട്രോഗേറ്റ് ചെയ്ത് രണ്ടാമതൊരാളെ ഇൻട്രോഗേറ്റ് ചെയ്ത് അങ്ങനെ പോയി ഫൈനലി ഇത് വേറൊരു ലെവലിൽ ഇതിൻ്റെ കഥ പോകും. അപ്പം നമുക്കെന്താ പറയുക, ഈ പാരസൈറ്റ് സിനിമയിലൊക്കെ റിച്ച് വേഴ്സസ് പൂവർ, രണ്ടു പേർക്കും നിയമം നടപ്പാക്കുന്നതും സോഷ്യൽ സ്റ്റാറ്റസിലെയൊക്കെ വ്യത്യാസങ്ങളും അവരടിച്ചമർത്തപ്പെടുന്നതും അത്തരം കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ പെരിഫറലായിട്ടല്ലാതെ തന്നെ ചെറിയ സീൻസിലൂടെ ഇൻഡെപ്ത് ഒരു നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല വിഷ്വൽസും നല്ല ഡയലോഗ്സുമുള്ള ഒരു സ്ലോ ബേണറായിട്ടുള്ള ഒരു ചിത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കണ്ടവർ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക. ഇതിനകത്ത് ആക്ച്വലി രാധിക ആപ്തെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ഫസ്റ്റ് പാർട്ടിൽ പുള്ളിക്കാരിയുണ്ട്. നവാസുദ്ദീൻ സിദ്ദിഖിയുടെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ പാട്ടിൽ പുള്ളിക്കാരിക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, പുള്ളിക്കാരി യൂട്ടിലൈസ് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതായിരുന്നു എനിക്ക് ഈ ചിത്രത്തിനെ പറ്റി പറയാനുള്ളത്. പക്ഷേ രാധിക ആപ്തയെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ ഒരു ചിത്രമുണ്ട്. അപ്പം ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയാം. സാലി മൊഹബത്ത്, നശിച്ച പ്രണയം എന്നൊക്കെയുള്ള അർത്ഥമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡയറക്റ്റഡ് ബൈ ടിസ്ക ചോപ്ര. രാധിക ആപ്തയുടെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസ്. അതായത് പുള്ളിക്കാരി ഇപ്പം മമ്മൂക്കയെ പോലെയാണ്. മമ്മൂക്ക ഒരു പുതിയ പടം അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് പുള്ളിക്ക് എന്താണ് പുതിയത് ചെയ്യാനുണ്ടാവുക എന്നാണ് എല്ലാവരും ആലോചിക്കുക. അതുപോലെ തന്നെയാണ് രാധിക ആപ്തെ ഇതിനകത്ത് വരുമ്പോഴും എന്തായിരിക്കും ഇതിനകത്ത് പുതിയതായിട്ട് പുള്ളിക്കാരി ചെയ്യുക, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തതെന്ന് എന്ത് ഡിഫറൻ്റായിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇർഫാൻ ഖാൻ്റെയൊക്കെ ലെവലിൽ ഒരു ഡയലോഗ്സിനിടയിലുള്ള പോസ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസ് സീനിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അതിൻ്റെ ഇടയ്ക്ക് ആലോചിച്ച് നിൽക്കുന്ന ഒരു ഇതൊക്കെയുണ്ട്. അതായത് കിളി പോകുന്ന സീനുകളൊക്കെയാണ് പുള്ളിക്കാരി വിറ്റ്നസ് ചെയ്യുന്നത്. എന്താണെന്ന് പറയുന്നില്ല, സിനിമ കണ്ടു തന്നെ അറിയുക. അപ്പോൾ അങ്ങനത്തെ സീനൊക്കെ വിറ്റ്നസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കൊടുക്കുന്ന ഒരു പക്ഷേ നമ്മൾ തന്നെ വിചാരിക്കുമോ, നമ്മൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് വന്ന് പെടുന്നതെങ്കിൽ ഇത് തന്നെയായിരിക്കും ഒരു പക്ഷേ ഒരു റിയാക്ഷൻ. പക്ഷേ അത് നമുക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റില്ല. പുള്ളിക്കാരി അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടൻ്റെ കിളി പറന്നുപോയി. അതിലൊരു ഇൻറ്റൻസിറ്റി ഉണ്ട്. അതിന് തിരിച്ച് അങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതിന് തിരിച്ച് പണി കൊടുക്കുന്ന രീതികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്പോയിലറാവും. ഇതിലെ നടീ നടന്മാരെ എടുത്തു പറയേണ്ടത് രാധിക ആപ്തെ ഓഫ് കോഴ്സ്, ദിവ്യേന്ദു ശർമ്മയുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് അനുഷ്മാൻ പുഷ്കർ, പിന്നെ ശരത് സക്സേന, അനുരാഗ് കശ്യപ് ഉണ്ട്. അനുരാഗ് കശ്യപ് ചെയ്തിരിക്കുന്ന റോളും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ളത് ശരത് സക്സേനയ്ക്ക് അത്യാവശ്യം നല്ല റോളുണ്ട്. അൻഷുമാൻ പുഷ്കർ, പിന്നെ ഞാൻ ഈ പറഞ്ഞ ദിവ്യേന്ദു ശർമ്മ, മിർസാപൂരിലെ നമ്മുടെ മുന്ന, ആരും മറക്കാത്തൊരു റോളാണ് പുള്ളിയുടേത്. അപ്പോൾ പുള്ളി ഇതിനകത്ത് അസാധ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ലാസ്റ്റ് ക്ലൈമാക്സിൽ പുള്ളിയുടെ ഒരു സീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പുള്ളിയുടെ ഒരു അവസ്ഥയിൽ പുള്ളി കാണിക്കുന്ന അത് നമ്മൾ ഒരുപാട് പേരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയ ഒരാളുടെ പെയിനും എക്സ്പ്രഷനും ഒക്കെ പുള്ളി അത് കൊണ്ടുവരുന്നതും, പുള്ളി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന എഫേർട്ടൊക്കെ, അതിന് തന്നെ പുള്ളിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുക്കണം. അതായത് മീൻസ് കാശ് കൊടുക്കണമെന്നോ, അല്ലെങ്കിൽ പുള്ളി അത്രയും അപ്രീഷിയേറ്റ് ചെയ്യണം. പുള്ളി അത്രയും എഫേർട്ട് അത് കൺവിൻസിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പെയിനുണ്ട്, ആ ഒരു സംഭവം ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ഹോൾ പെയിനുണ്ട്. അപ്പം പുള്ളിയുടെ പെർഫോമൻസ് ടുവേർഡ്സ് ദ എൻഡാണ് നമുക്ക് പീക്ക് ചെയ്യുന്നത്. പക്ഷേ രാധിക ആപ്തെ ഞാൻ ഈ പറയുന്നത് പോലെ ഫ്രം സ്റ്റാർട്ടിങ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ശരത് സക്സേന, പുള്ളിയെ നമുക്കറിയാം. പുള്ളി ഒരുപാട് പടങ്ങളിൽ, ഗുലാം, അതിലൊക്കെ മറ്റേ ബോക്സറായിട്ടൊക്കെ വരുന്ന പുള്ളി ഫുൾ ബോഡി ബിൽഡറാണ്. പുള്ളി നിർണയത്തിലും പുള്ളിയാണെന്ന് തോന്നുന്നു. ലാലേട്ടൻ്റെ നിർണയത്തിലും വില്ലനായിട്ട് വരുന്നത് പുള്ളിയാണെന്നാണ് ഓർമ്മ. കിലുക്കത്തിനകത്ത് പുള്ളിയുണ്ടല്ലോ, തു പാഗലേക്ക ഹം നിശ്ചൽ ഹേ, അതിനകത്ത് വന്ന ശരത് സക്സേന, പുള്ളിക്കൊരു നല്ല ക്യാരക്ടറുണ്ട്. പുള്ളിയുടെ പ്രസൻസ് തന്നെ ഒരു പ്രത്യേക ഓറയാണ്. അങ്ങനെ ഇതിൻ്റെ ഒരു കഥാപശ്ചാത്തലം അങ്ങനെ അധികം പറയുന്നില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ഓഫീസ് പാർട്ടി ഒരു വീട്ടിൽ നടക്കുകയാണ്. രാധിക ആപ്തയുടെ ഹസ്ബൻഡ് അവിടെയുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഓഫീസിലുള്ള ഒരു സ്റ്റാഫുമായിട്ട് ഒരു ചെറിയ അവിഹിത ബന്ധം രാധിക ആപ്തെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് പുള്ളിക്കാരി ഒരു കഥ നറേറ്റ് ചെയ്യുന്നു. ആ കഥയിൽ നിന്ന് പിന്നെ ഈ സിനിമയുടെ എല്ലാ ജാതകവും വരും വരായികളും ഒക്കെ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഒരു ഘട്ടം എത്തുമ്പോൾ തന്നെ നമുക്ക് ഇതെങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് അത്യാവശ്യം ഊഹിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ മെയിൻ ലീഡ് ആക്ടേഴ്സിൻ്റെയൊക്കെ ടോപ്പ് നോച്ച് പെർഫോമൻസ് ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും. ഇതിൽ ചെടികൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കോരി ചൊരിയുന്നൊരു മഴയത്ത്, അത് ട്രെയിലറിലും ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ, ഒരു മരത്തിൻ്റെ ടോപ്പ് ആംഗിൾ കാണിച്ച് അതിൽ നിന്നിങ്ങനെ മഴ ഇങ്ങനെ പെയ്ത് താഴെ വന്ന് ഈ വൃക്ഷത്തിൻ്റെ ഫലങ്ങളൊക്കെ കാണിച്ച്, അതിങ്ങനെ വീണ് കിടക്കുന്ന ഫലങ്ങളൊക്കെ കാണിച്ച് ഒരു അമേസിങ് ഷോട്ടാണ്. അതിങ്ങനെ കാണിക്കുന്നത് തന്നെ ഒരു പ്രകൃതിക്ക് ഇടയിൽ നിന്നുകൊണ്ടുള്ളൊരു ക്യാമറ വർക്കാണ്. അത് കാണുമ്പോൾ അതിൽ ഈ സിനിമയുടെ ആകത്തുകയുണ്ട്. പ്രകൃതിയുടെ എല്ലാ വശങ്ങളും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഭയങ്കര
ബ്യൂട്ടിഫുള്ളാണ് ഇതിനകത്ത് കാണിക്കുന്ന ചെടികളും ചെടികളെ പരിപാലിക്കുന്ന രീതിയും അത് ത്രൂ ഔട്ട് ഒരു പ്രോസസ്സായിട്ട് ഈ സിനിമയിലുടനീളം പോകുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. അതിന് ഒക്കെ ഇതിനകത്ത് ഒരുപാട് ഇൻഡെപ്തായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ നെയ്തെടുത്ത എനിക്ക് ഭയങ്കര സിനിമാറ്റിക് ഹൈ തന്ന എങ്കിൽ എവിടെയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയി. കാരണം നമുക്കിത് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോഴും ഈ ഗസ്സിങ്ങിലല്ല കാര്യം, പെർഫോമൻസിലാണ് ഇതിൽ എല്ലാം കിടക്കുന്നത്. സോ ഈ 2 ചിത്രങ്ങളും കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നാളത്തെ പരിപാടി ഈസ് സർവം മായ. സോ അതിൻ്റെ റിവ്യൂവുമായിട്ട് തീർച്ചയായിട്ടും ഉടനെ കാണാം. അപ്പോൾ സീ യു.